രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തരംഗം ഇവിടെ ഉണ്ടോ ശരിക്കും? രാഹുൽ മാങ്കൂട്ടം നല്ല പ്രവർത്തനമായിരുന്നു. ഇപ്പൊ സമയദോഷം കൊണ്ട് അങ്ങനെ പലതും കേൾക്കുന്നു. പക്ഷെ അതൊന്നും സത്യമല്ല ആവാതിരിക്കട്ടെ, അതാണ് ആശംസിക്കുന്നത്. പൊതുവിൽ പിഷാരടി പ്രചാരടൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? കുഴപ്പമില്ല, നല്ലൊരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ പ്രവർത്തനമല്ലേ, അവരുടെ കയ്യിലല്ലേ, നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയത് വഴി തരംഗമായ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അയാളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിനപ്പുറം പാലക്കാട്ട് മണ്ഡലം, അയാൾ മത്സരിക്കുന്ന മണ്ഡലം, അതും വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ രമേശ് പിഷാരടിക്ക് വേണ്ടി പലരുടെയും ഇടപെടലുകൾ, അതും വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. രമേശ് പിഷാരടിക്ക് വേണ്ടി പലരും നടത്തുന്ന പ്രചരണങ്ങൾ, അതും വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഇന്നലെ കണ്ടു, കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ പുതിയ ചിത്രം, അതിൻ്റെ ഒരു പോസ്റ്റർ പുറത്തിറക്കി, ഒരു അനൗൺസ്മെൻറ്റ്, പുതിയ ചിത്രത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ആ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിയപ്പോൾ ആ പോസ്റ്ററിൽ എവിടെയൊക്കെയോ രമേശ് പിഷാരടിക്ക് വേണ്ടി രമേശ് പിഷാരടിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ചുവർ ചിത്രം കൂടി അതോടൊപ്പം അയാൾ ചേർത്ത് വെച്ചു. എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു പ്രചരണം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഒരു സിനിമ ഒരു യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യപ്പെടാൻ പോകുന്ന, നിശ്ചയിച്ചിട്ടുള്ള ഒരു സിനിമയുടെ പോസ്റ്ററിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അതുപോലും അങ്ങനെ പോലും വേറിട്ട പ്രചരണങ്ങൾ വലിയ അർത്ഥത്തിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ വരുന്ന കാര്യം അതല്ല, മറിച്ച് മറ്റൊന്നാണ്. തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല, സിറ്റിംഗ് MLA ആയിരുന്നു, കാലാവധി പൂർത്തിയാക്കി. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും അയാൾ യാത്ര പറഞ്ഞ് ഇറങ്ങി. അയാളുടെ അടൂരിലെ വീട്ടിൽ, സ്വന്തം സ്ഥലമായ നാടായ ജന്മസ്ഥലമായ അടൂരിലേക്ക് അയാൾ യാത്ര തിരിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയായില്ല, മത്സരിക്കുന്നില്ല, ഒരു സ്ഥാനമാനങ്ങളിലുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വ്യക്തി അതിനേക്കാൾ വലിയ തരംഗമാവുകയാണ് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരുന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടം വലിയ തരംഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അവർക്ക്. അവർ ഒരുപാട് ആഗ്രഹിച്ചതുമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം വരണമെന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ആയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചും അവർക്ക് നല്ല ബോധ്യങ്ങളുണ്ട്. പാലക്കാട്ടെ ജനതയ്ക്ക് നല്ല ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് പൊതുവേ നമ്മൾ പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ഓൺലൈനുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളല്ല പാലക്കാട്ട് നിന്നും കാണാനും കേൾക്കാനും സാധിക്കുന്നത്. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമിയായി വന്ന ആൾക്ക് വലിയ പിന്തുണയാണ് അവിടുത്തെ ജനം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് എന്തുകൊണ്ടും ഒരു MLA ആയിരിക്കാൻ അർഹതയുള്ളവനാണ്, എന്തുകൊണ്ടും ഒരു സ്ഥാനാർത്ഥിയാവാൻ അർഹതയുള്ളവനാണ്, ഒക്കെയാണ്. പക്ഷേ എവിടെയോ ചില പാളിച്ചകൾ അയാൾക്ക് പറ്റി. അത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാവണം പാർട്ടി അയാളെ പടിയടച്ച് പുറത്താക്കിയിട്ടും, പാർട്ടി അയാൾക്ക് സിറ്റിംഗ് MLA ആയിരുന്നിട്ട് പോലും മത്സരിക്കാൻ സീറ്റ് നൽകാതിരുന്നിട്ടും അയാൾ കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വന്നതിന് പിന്നാലെ പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് അയാൾ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതിന് പിന്നാലെ എത്ര ഇടപെടലുകൾ രാഹുൽ മാങ്കൂട്ടം നടത്തി എന്നുള്ളത് തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് അല്ലേ. പലപ്പോഴും പാർട്ടി പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ കെട്ടുകഥകളും നുണപ്രചരണങ്ങളും നടത്തിയപ്പോഴധികം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അതിനൊക്കെ മറുപടിയുമായിട്ട് അയാൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിൽ സജീവമായി ഇടപെടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ തരംഗമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഞാൻ പറയാനുള്ള കാരണം. എന്ന് പറഞ്ഞാൽ മത്സരരംഗത്തില്ല, സ്ഥാനാർത്ഥിയല്ല, പാർട്ടിയിലില്ല, ഒന്നുമില്ല. എന്നിരുന്നിട്ട് പോലും
അയാൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പാർട്ടിയെ അത്രമാത്രം സ്നേഹിക്കുന്നു, പ്രസ്ഥാനത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി അയാൾ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു. അയാളുടെ ഉള്ളിൽ പാർട്ടിക്കൊപ്പം കൂടെയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പാർട്ടിയാണ്, പാർട്ടിക്കാരനാണ് എന്ന നിലപാടുകൾ അയാൾ ആവർത്തിച്ച് പറയുകയാണ്. ഓരോ സെക്കൻഡും അയാൾ ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നിന്ന് അയാൾ അടൂരിലേക്ക് പോകും വഴി ഈ കോന്നിയിൽ വെച്ചിട്ട് പഴങ്കുളം മധു, ആ മധുവിൻ്റെ റോഡ് ഷോ തുടങ്ങുന്നതിൻ്റെ ഇടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടം കടന്നു പോയത്. പ്രവർത്തകർ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചപ്പോഴും അയാൾ താൻ കൂടെ തന്നെയുണ്ട്, ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം. അതാണ് ഞാൻ പറയുന്നത്. മത്സരരംഗത്തില്ലാത്ത സ്ഥാനാർത്ഥിയാവാത്ത, ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന പല മുന്നണികളുടെയും ഭാഗമായിട്ടും സ്വതന്ത്രനായിട്ടും വിമതനായിട്ടും മത്സരിക്കുന്ന പലരും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ മത്സരരംഗത്തില്ലാത്ത ഒരാൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജനപിന്തുണയും അയാളുടെ സ്വീകാര്യതയും ഒന്നുകൊണ്ടും മാത്രമാണ്. അയാളൊരു ക്രൂരനാണ്, അയാളൊരു ബലാത്സംഗ വീരനാണ്, പീഡന വീരനാണ് എന്നൊക്കെ പറയുന്നവർക്കിടയിലേക്ക് അവർ അത് മാറ്റി പറയേണ്ട ഗതികേടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതിൽ പിന്നെ 1, 2, 3, 4, 5, 6 ഫേസ്ബുക്ക് കുറിപ്പുകൾ ഈ 4-5 ദിവസത്തിനുള്ളിൽ, 5-6 ദിവസത്തിനുള്ളിൽ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ അയാൾ തൻ്റേതായിട്ട് പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട്, അവിടെയാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും കണ കൂണ ഞഞ്ഞാ പിഞ്ഞ വർത്താനമല്ല. വളരെ കൃത്യമായി ഇവൻ ഈ പറയുന്ന കെ സുധാകരൻ്റെ വിഷയത്തിൽ പോലും വളരെ കൃത്യമായി പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് വളരെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയധികം തരംഗമാകുന്നത്, അല്ലേ? ഇനിയിപ്പോൾ പെരുന്നാൾ തലേന്ന്, അതായത് പാലക്കാട്ട് നിന്ന് അടൂരിലേക്ക് യാത്ര തിരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ടൗണിൽ ഇറങ്ങിയിട്ട് ഒരു ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷോ എന്ന് പറഞ്ഞാൽ പിഷാരടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിറങ്ങിയതാണ് അന്നത്തെ ദിവസം. അന്ന് രാഹുലിനെ സ്വീകരിക്കുന്ന പാലക്കാട്ടൻ ജനതയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് കോന്നിയിലെത്തിയപ്പോഴും അതിനെ വെല്ലുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ അടിച്ചമർത്തപ്പെടാൻ ശ്രമിച്ചിട്ടും ജനമനസ്സുകളിൽ അയാൾ ഇന്നും ജീവിക്കുക. ജനങ്ങളുടെ മനസ്സിൽ അയാൾക്ക് ഇന്നും അവർക്ക് സ്നേഹമാ ആ വ്യക്തിയോട്. എന്തുകൊണ്ട് അല്ലേ? മാധ്യമങ്ങൾ, കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ പറഞ്ഞ കഥകളും തലക്കെട്ടുകളും സ്റ്റോറികളും ഒക്കെ കേട്ടുകഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഈ കഥകളെല്ലാം കെട്ടുകഥകളായിരുന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴും ജനമനസ്സുകളിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം നിലകൊള്ളുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? അയാൾ ഈ നിമിഷം വരെ തൻ്റെ അതാണ് നട്ടല് എന്ന് പറയുന്നത്. അയാൾ രാഷ്ട്രീയം പറയുന്നു, അയാൾ നിലപാട് പറയുന്നു, അയാൾ കൃത്യമായിട്ട് ഇടപെടുന്നു രാഷ്ട്രീയത്തിൽ. എന്നിട്ടും പലരും കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പ്രതികരണം നടത്തുമ്പോൾ കമൻറ്റ് ബോക്സുകൾ പൂട്ടിവെക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടം തന്നെ വേട്ടയാടാൻ ഒരു വിഭാഗം മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള അറിവുണ്ടായിട്ടും അയാൾ ആ കമൻറ്റ് ബോക്സ് ഒരർത്ഥത്തിലും പൂട്ടിയില്ല എന്നുള്ളതാ. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം എന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അയാൾ അയാളുടെ നിലപാടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തരംഗമാകുന്നതും. അല്ലെന്ന് പറയാൻ കഴിയോ? അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടതുപോലെയുള്ള പ്രതികരണങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ജനമനസ്സുകളിൽ അയാളുണ്ട്. പാലക്കാട് ഞാൻ 1000 ആവർത്തി നിങ്ങളോട് പറഞ്ഞതാ, MLA എന്നുള്ള രീതിയിൽ 1.5 വർഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വലിയ ചർച്ചയാ. 1.5 വർഷം കൊണ്ട് എന്തുണ്ടാക്കാനാ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിക്ക് 1.5 വർഷം കൊണ്ട് ഒന്നും ചെയ്തുണ്ടാക്കാൻ സാധിക്കില്ല. കാരണം അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. പക്ഷേ അവിടെയും
താൻ ഒന്നിനും കാത്തു നിൽക്കാതെ തൻ്റെ കഴിവ് കൊണ്ട്, തൻ്റെ പ്രാപ്തി കൊണ്ട്, തൻ്റെ ഇടപെടൽ കൊണ്ട് പാലക്കാട്ടുകാർക്ക് വേണ്ടി ആ 1.5 വർഷം, ഒരു 15 വർഷത്തിൻ്റെ ഓർമ്മകളും നന്മകളും ചെയ്തു കൊടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടോട് വിട പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു വരവ് കൂടി പാലക്കാട്ടേക്ക് വരും രാഹുൽ മാങ്കൂട്ടം. എന്തിനാ? തനിക്കിപ്പോഴും തൻ്റെ അഡ്രസ്സും മേൽവിലാസവും വോട്ടുമൊക്കെ പാലക്കാട് തന്നെയാ. ആ പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഏപ്രിൽ 9 ഒരു വരവ് കൂടി രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടിൻ്റെ മണ്ണിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, രാഹുൽ ഇല്ലെങ്കിലും, രാഹുൽ സ്ഥാനാർത്ഥിയല്ലെങ്കിലും, രാഹുൽ മത്സരിച്ച് വിജയിക്കാൻ പാലക്കാട്ടില്ലെങ്കിലും രാഹുലിന് ഇപ്പോഴും വലിയ ഒരു സ്വീകാര്യത പാലക്കാട്ടെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് മാത്രമേ വേണ്ടുകയുള്ളൂ. കാരണം രാഹുലിൻ്റെ പ്രവർത്തന മണ്ഡലം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാലക്കാടായിരുന്നു. അയാൾ ആദ്യമായിട്ട് ജനപ്രതിനിധിയായത് പാലക്കാട്ടുകാരുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാലക്കാട്ടേക്ക് അയാൾ തിരിച്ചെത്തും എല്ലാ അർത്ഥത്തിലും. ഞാൻ പറഞ്ഞ ഏപ്രിൽ 9 അയാൾ വരും. ആ വരവല്ല, മറ്റൊരു വരവുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്കും പാർട്ടിയിലേക്കും കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും തിരിച്ചെത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ചില ചർച്ചകളും ഇപ്പോൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അയാൾക്കതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്, അയാൾക്ക് അത്തരത്തിൽ ചില ഉറപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും പ്രതിരോധ ഭടനായി മുന്നിൽ നിൽക്കാൻ അയാൾ തയ്യാറാവുന്നത്.